ഹായ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് പോലെ പരീക്ഷാ കലണ്ടറൊക്കെ 2026 വന്നിരിക്കുകയാണ്. കമ്പനി ബോർഡ് LGSനും ബെവ്കോ LDCക്കും ഒക്കെ പ്രിലിംസും മെയിൻസും ഉണ്ട്. VFAക്ക് മെയിൻസ് മാത്രമേ ഉള്ളൂ. ഡിഗ്രി ലെവൽ എക്സാംസിനെല്ലാം പ്രിലിംസും മെയിൻസും ഉണ്ട്. അപ്പം നമ്മൾ കൂടുതൽ കാര്യക്ഷമതയോടെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഭക്ഷ്യവിളകളാണ്. കുറച്ച് ഭക്ഷ്യവിളകളെ പറ്റി പഠിക്കാം. PSCയിൽ സ്ഥിരം ചോദിക്കുന്നതാണ്. 3 ഭക്ഷ്യവിളകളെ പറ്റി എന്ന് പറയുന്നുള്ളൂ. നെല്ല്, ഗോതമ്പ്, ചോളം. ഇതിനാവശ്യമായ കണ്ടീഷൻസും കാര്യങ്ങളുമാണ് പറയുന്നത്. നെല്ല് വളരാൻ അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഏത് മണ്ണാണ്? എക്കൽ മണ്ണ്. പിന്നെ 150 സെന്റിമീറ്റർ കൂടുതൽ മഴ ആവശ്യമാണ്. 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് ആവശ്യമാണ്. അപ്പം എന്തൊക്കെയാണ്? എക്കൽ മണ്ണ്, 150 സെന്റിമീറ്റർ മഴ, 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട്. പിന്നെ ഇതെവിടെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? നദീതടങ്ങൾ, തീര സമതലങ്ങൾ, സിവാലിക് പർവ്വത ചെരിവുകൾ. ഇപ്പം നെല്ലിൻ്റെ കണ്ടീഷൻസ് എല്ലാം മനസ്സിലായല്ലോ. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന കണ്ടീഷൻസ്. എന്നിട്ട് ഇത് ഏത് ഇനം ഭക്ഷ്യവിളകൾക്കാണ് അനുയോജ്യമായതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കുക. 2, ഗോതമ്പ്. നീർവാർച്ചയുള്ള മണ്ണ്. എന്താണ് നീർവാർച്ച? വെള്ളം മണ്ടേ തട്ടി നിൽക്കാതെ താഴോട്ടിറങ്ങുന്ന മണ്ണ്. പിന്നെ 75 സെന്റിമീറ്റർ മഴ, 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്. അടുത്തതായിട്ട് പറയാനുള്ളത് ചോളം. ചോളത്തിന് ഫലഭൂയിഷ്ടമായ നീർവാർച്ചയുള്ള മണ്ണും 75 സെന്റിമീറ്റർ മഴയൊക്കെ തന്നെയാണ് ആവശ്യമുള്ളത്. ഏറ്റവും പ്രധാനമുള്ളത് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യാവുന്ന ഒരു ഇനം ഭക്ഷ്യവിളയാണ് ചോളം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളിൽ ഭക്ഷ്യവിളകളുടെ ഗണത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട 3 എണ്ണമാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, പരീക്ഷ പേപ്പറുകളിൽ കാണാറുണ്ട്. ഈ ഓപ്ഷൻസ് വെച്ചായിരിക്കും ചോദിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് നോക്കി വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.